എറണാകുളം കോതമംഗലത്ത് വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷണത്തിനായി നിർമ്മിക്കുന്ന ഫെൻസിംഗ് അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. നിരവധി തവണയാണ് വന്യജീവികൾ വേലി തകർത്ത് കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. വന്യജീവി ആക്രമണത്തിൽ നാട്ടുകാരുടെ ആശങ്ക തുടരുകയാണ്. അയനിച്ചാൽ മുതൽ പാണേലി വരെയാണ് 3.5 കോടി രൂപ ചെലവിൽ ഫെൻസിംഗ് ജോലികൾ തുടരുന്നത്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന കോട്ടപ്പാറ വനമേഖലയിലെ വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കാനായാണ് ഡബിൾ ലൈൻ സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം നടക്കുന്നത്. എന്നാൽ കോട്ടപ്പടി വാവേലി ഭാഗത്ത് വിവിധയിടങ്ങളിൽ ആന ഫെൻസിംഗ് നശിപ്പിച്ച് കൃഷി നശിപ്പിക്കുകയാണ്. സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ കണ്ടമാന ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ഇതിന് ഈ വന്യമൃഗം നിന്നാൽ തന്നെ ദൂരെ നിന്ന് കാണാൻ പാകത്തിനുള്ള രീതിയിലേക്ക് അടിക്കാടുകൾ വെട്ടി മാറ്റിത്തരണമെന്ന് കണ്ടമാനമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞിട്ടും ഇതുവരെ അതുപോലും ചെയ്തു തന്നിട്ടില്ല. കഴിഞ്ഞ 15 വർഷക്കാലമായി നേരിടുന്ന വന്യമൃഗശല്യത്തിൽ ഭയന്നാണ് ഇവിടത്തെ ജനത കഴിയുന്നത്. ഫെൻസിങ്ങിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല എന്നതാണ് ഫെൻസിംഗ് തകർത്ത് വന്യമൃഗങ്ങൾ കയറാനുള്ള പ്രധാന കാരണം. പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പണി തീർന്നു പോകുന്ന ഭാഗത്ത് ഇവർ ചാർജ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. എന്നിപ്പോൾ നമുക്ക് കാണാം, എല്ലാ 2-3 സ്ഥലത്ത് കാലുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഈ ഇട്ട് പോകുന്ന ഭാഗം കൃത്യമായി ചാർജ് ചെയ്ത് നിലനിർത്തിയെങ്കിൽ മാത്രമേ ആന ഇത് നശിപ്പിക്കാതിരിക്കുകയുള്ളൂ. യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന കാടുകളും ഫെൻസിങ്ങിന് ഭീഷണിയായിട്ടുള്ള മരങ്ങളും പൂർണ്ണമായി വെട്ടിനീക്കി ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കൊച്ചി.